തമിഴ് മാട്രിമോണി സൈറ്റിലൂടെ വിവാഹ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ ആൾ പിടിയിൽ. തമിഴ്നാട് രാമനാഥപുരം സ്വദേശി കാർത്തിക് രാജാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. വാഗമൺ സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് ഇപ്പോഴത്തെ നടപടി. തമിഴ്നാട്ടിൽ തന്നെ ഏകദേശം 6ഓളം സമാനമായ കേസുകൾ ഇദ്ദേഹത്തിനുണ്ട്. ഇയാൾ ഇപ്പോൾ മാരീഡാണ്. വൈഫിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്നാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ മാട്രിമോണി സൈറ്റിലൂടെ പരിചയപ്പെടുന്ന ആൾക്കാരോട് ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് അവരോടൊപ്പം പോയി സൗഹൃദം സ്ഥാപിച്ച് അവരിൽ നിന്ന് ഇങ്ങനെ സ്വർണ്ണങ്ങൾ തട്ടിയെടുത്തിട്ട് പോകുന്ന സ്വഭാവക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഇന്നലെ നമ്മുടെ സ്ക്വാഡുകാരും SIയും എല്ലാം കൂടെ തമിഴ്നാട്ടിൽ നിന്ന് നാമക്കലിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം വണ്ടിയിൽ ചേസ് ചെയ്ത് ഏകദേശം ഒരു 50 കിലോമീറ്ററോളം ഇയാളെ ചേസ് ചെയ്ത് പോയിട്ടാണ് നമുക്ക് ഇദ്ദേഹത്തെ കിട്ടുന്നത്. ലാൽ കൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽ, എന്തൊക്കെ വിവരങ്ങൾ പോലീസ് നൽകുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? ഉന്മേഷ്, ഈ ഡോക്ടർ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് അഭിഷേക് എന്ന് പറഞ്ഞ പേരിലാണ് ഇയാൾ പെൺകുട്ടികളെല്ലാവരും പരിചയപ്പെടുന്നത്. ഈ മാട്രിമോണി സൈറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ സൈറ്റ് തമിഴ്നാട് ുള്ളൊരു പ്രത്യേക സൈറ്റാണ്. ഈ സൈറ്റിൽ പറയുന്നത് പുനർവിവാഹ ആലോചനകൾ ക്ഷണിച്ചുകൊണ്ടുള്ളൊരു സൈറ്റാണ്. അതിൻ്റെ അകത്ത് കൂടുതൽ ഏറിയ പങ്കും അത്തരം പുനർവിവാഹ ആലോചനകൾ തന്നെയാണ്. തമിഴ്നാട്ടിൽ 6-7 കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. ഇവിടെ ഒരു വാഗമൺ സ്വദേശിയായ യുവതിയെ ഇത്തരത്തിലുള്ള ഒരു ആശയവുമായി ബന്ധപ്പെടുകയായിരുന്നു. ഒരു തമിഴ് വംശജയായിട്ടുള്ള സ്ത്രീയാണ്. അവരുമായിട്ട് ഏകദേശം ഒരാഴ്ച മുമ്പ് ഇവർ ബന്ധം സ്ഥാപിക്കുകയും ഫോണിലൂടെ ചാറ്റിലും ഇവിടെ പരിചയപ്പെടുകയും ചെയ്തു. തൊടുപുഴയിലെത്തി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തൊടുപുഴയിലേക്ക് വന്ന സമയത്ത് 5 പവൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമാല ഈ പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തു. ശേഷം പെൺകുട്ടിയുടെ കഴുത്തിലുണ്ടായിരുന്ന 2 പവൻ്റെ മാലയിൽ ഒരു ലോക്കറ്റ് ചാർത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അത് ലോക്കറ്റ് ഇട്ട് കൊടുക്കുകയും അത് നിൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ തൽക്കാലം എൻ്റെ കഴുത്തിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിലിടുകയായിരുന്നു. പിന്നീട് തൊട്ടടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ആവശ്യമുള്ള തുണികൾ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് തുണിക്കടയിലേക്ക് കയറ്റി വിട്ട ശേഷം കഴുത്തിൽ കിടന്ന മാലയുമായിട്ട് ഇയാൾ പോവുകയായിരുന്നു എന്നുള്ളതാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. പരാതി കിട്ടിയതിന് ഉടനെ തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയെങ്കിലും ഇയാളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമായില്ല. പിന്നീട് ഇതേ മാട്രിമോണിയൽ സൈറ്റും അതോടൊപ്പം മോഡസ് ഓപ്പറാണ്ടിയും പരിശോധിച്ചാണ് ഇയാളിലേക്ക് എത്തുന്നത്. നാട്ടിലെത്തി അന്വേഷിക്കുമ്പോഴാണ് ഇയാൾ ഭാര്യയോട് ബാങ്ക് മാനേജറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും സമാനമായ രീതിയിൽ ഈ ഡോക്ടറാണ് എന്ന് പറയുന്ന പേരിൽ നിരവധി ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ സ്വർണവും പണവും മറ്റും അപഹരിച്ചിട്ടുണ്ട് എന്ന കാര്യവും അറിയുന്നത്. ഈ പണമെല്ലാം ഇയാൾ ഓൺലൈൻ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടും അതോടൊപ്പം ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല, ഇത് തന്നെയാണ് സ്ഥിരം പരിപാടി. പക്ഷേ സ്വന്തമായിട്ട് വീടും കാറും മറ്റു സൗകര്യങ്ങളും എല്ലാം ഉള്ള ഒരാളാണ് എന്നുള്ളത് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേരള പോലീസ് എത്തി എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവിടെ നിന്ന് കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇയാളുടെ കാറ് ഒരു അപകടത്തിൽ പെടുകയും അവിടെ നിന്ന് ഇറങ്ങി ഓടി പോകുന്നതിനിടയിൽ കേരള പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയാണ് ചെയ്തത്. പിടികൂടിയ സമയത്ത് പോലും പോലീസിനോട് തന്നെ ഒറ്റുകൊടുക്കാതിരിക്കുകയാണെങ്കിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം എന്നൊരു ഓഫർ കൂടി നൽകിയിരുന്നു. എന്തായാലും തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇയാളെ ഉടനെ തന്നെ കോടതിയിൽ ഹാജരാക്കും. ഇതിനുശേഷം തമിഴ്നാട്ടിലെ പോലീസിന് ഇൻറ്റിമേഷൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമാണ് എങ്കിൽ ഇയാളെ കൈമാറാനും തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരു പിടികിട്ടാ പുള്ളിയാണ് നിലവിൽ ഈ കാർത്തിക് രാജ്. ശരി, ലാൽ കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.